നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ബൈസൺ വാലിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ സഹപാഠി പെപ്പർ സ്പ്രേ പ്രയോഗിച്ചു. സംഭവം ബൈസൺ വാലി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ. കുരുമുളക് സ്പ്രേ പ്രയോഗം നടന്നത് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയും ഇതേ സ്കൂളിലെ മറ്റൊരു വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളും തമ്മിലുണ്ടായ വാക്കുതർക്കത്തിനും കയ്യാങ്കളിക്കുമിടയിൽ. അന്തരിച്ച CPI ഇടുക്കി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി P. പളനിവേലിന്റെ സംസ്കാരം മൂന്നാറിൽ നടന്നു. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ ആയിരങ്ങൾ അന്തിമോപചാരം അർപ്പിച്ചു. P. പളനിവേലിന്റെ നിര്യാണത്തെ തുടർന്ന് വെട്ടിച്ചുരുക്കിയ ജില്ലാ സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ കട്ടപ്പനയിൽ നടക്കും. ഇടുക്കിയിൽ വൻ വനം കൊള്ള. ശാന്തൻപാറ പേത്തൊട്ടിയിൽ CHR മേഖലയിൽ നിന്ന് വിവിധ ഇനങ്ങളിൽപ്പെട്ട 150-ലധികം മരങ്ങൾ മുറിച്ചു കടത്തി. മരങ്ങൾ മുറിച്ചത് ഉരുൾപൊട്ടലിനെ തുടർന്ന് നാശനഷ്ടമുണ്ടായ മേഖലയ്ക്ക് സമീപത്ത് നിന്ന്. മഴയെ തുടർന്ന് മണ്ണിടിഞ്ഞ കട്ടപ്പന മേട്ടുകുഴിയിൽ വീട് ഭാഗികമായി തകർന്നു. കേടുപാട് സംഭവിച്ചത് കിഴക്കേക്കര ശ്യാം ജോർജിന്റെ വീടിന്. വീടിന്റെ പിൻവശത്തെ മൺതിട്ടയോടൊപ്പം ഭീമൻ കല്ലുകൂടെ പതിച്ചതോടെ പിൻവശത്തെ മുറിയുടെ ഭിത്തി തകർന്നു. വിശദമായ വാർത്തകളിലേക്ക്. ബൈസൺ വാലിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ സഹപാഠി പെപ്പർ സ്പ്രേ പ്രയോഗിച്ചു. ബൈസൺ വാലി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയും ഇതേ സ്കൂളിലെ മറ്റൊരു വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളും തമ്മിലുണ്ടായ വാക്കുതർക്കത്തിനും കയ്യാങ്കളിക്കുമിടയിലായിരുന്നു കുരുമുളക് സ്പ്രേ പ്രയോഗം നടന്നത്. രാവിലെയായിരുന്നു സംഭവം. സ്കൂളിന് പുറത്ത് റോഡിൽ ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് വാക്കുതർക്കവും കയ്യാങ്കളിയും ഇതിനിടയിൽ കുരുമുളക് സ്പ്രേ പ്രയോഗവും നടന്നത്. സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയും ഇതേ സ്കൂളിലെ മറ്റൊരു വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളും തമ്മിലാണ് സംഘർഷമുണ്ടായത്. ഇരു കൂട്ടരും തമ്മിൽ പരസ്പരം കയ്യാങ്കളിയും വാക്കുതർക്കവും ഉണ്ടായി. ഇതിനിടയിൽ വിദ്യാർത്ഥി കുരുമുളക് സ്പ്രേ പ്രയോഗം നടത്തിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കുരുമുളക് സ്പ്രേ കയ്യിൽ പിടിച്ച് ഇരുവിഭാഗവും തമ്മിൽ നടന്ന കയ്യാങ്കളിക്കിടെ ബഹളം കേട്ട് ഓടിക്കൂടിയ മറ്റു വിദ്യാർത്ഥികളുടെ ദേഹത്തും പെപ്പർ സ്പ്രേ വീഴുകയായിരുന്നു. അപ്പോൾ അവർക്ക് പെട്ടെന്ന് സംഭവം മനസ്സിലായില്ല. അവരങ്ങോട്ട് എന്ന് കയറി. അപ്പോൾ പെട്ടെന്ന് ഒരു കണ്ണിലേക്കും മൂക്കിലോട്ടും വയലോട്ടും ശ്വാസം മുട്ടലേക്ക് വിട്ടു. കണ്ണിന് നീറ്റുണ്ടായി. അപ്പോൾ സംഭവം നമ്മൾ അറിയുന്നില്ല. നമ്മൾ പറമ്പിൽ പണിയായിരുന്നു. ഒരു 11 മണിയായപ്പോൾ ടീച്ചർ വിളിച്ചപ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ടായി. കൊച്ചിനെ ബൈസന്മാരി PHSലാണ് ചേട്ടൻ ഇവിടെ വരാൻ പറഞ്ഞു. കൊച്ചു വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു കൊച്ചിനെ അടിമാലിക്ക് കൊണ്ടുപോയിട്ടുണ്ട്, കുറച്ച് പിള്ളേരെ അടിമാലിക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞു. ഞാൻ പറയാം അടിമാലിക്ക് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കൊച്ചിന് ചെറിയ ശ്വാസമുട്ടുണ്ടായിരുന്നു, കൈക്കൊരു മരപ്പുണ്ടായിരുന്നു, പ്രഷർ കുറവുണ്ടായിരുന്നു, വേറെ അതിൻ്റെ ബുദ്ധിമുട്ടാണ്. ഡോക്ടർ അതിൻ്റെ ആണ് പ്രിസ്ക്രൈബാണ്, അത് കുറച്ച് മാറിക്കോളും, വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് അവിടെ ഫുള്ള് പെപ്പർ സ്പ്രേ ആയിട്ട് കുറേ പേർക്ക് പെപ്പർ സ്പ്രേയുടെ സ്മെല്ലടിച്ച് ആശുപത്രിയിലാവേണ്ടി വന്നു. ഞങ്ങളെല്ലാവരും പെപ്പർ സ്പ്രേയുടെ സ്മെല്ലടിച്ചിട്ട് ഇപ്പം ഹോസ്പിറ്റലിലേക്ക് ബൈസൺ വാലി ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ശ്വാസം മുട്ടലായിട്ടാണ് അടിമാലിയിൽ വന്നത്. സംഭവശേഷം ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ട വിദ്യാർത്ഥികളിൽ ചിലരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും നില ഗുരുതരമല്ല. വാക്കുതർക്കത്തിലും കയ്യാങ്കളിയിലും ഏർപ്പെട്ട ഇരു കൂട്ടരും ആശുപത്രികളിൽ ചികിത്സ തേടി. പെപ്പർ സ്പ്രേ പ്രയോഗത്തിന് മുതിർന്ന വിദ്യാർത്ഥി അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലും മറുവിഭാഗം രാജാക്കാട് മുല്ലക്കാനത്തുമാണ് ചികിത്സ തേടിയിട്ടുള്ളത്. ഇരു കൂട്ടരുടെയും മൊഴികൾ രേഖപ്പെടുത്തി സംഭവത്തിൽ കേസെടുക്കുമെന്ന് രാജാക്കാട് പോലീസ് അറിയിച്ചു. അന്തരിച്ച CPI ഇടുക്കി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി P. പളനിവേലിന്റെ സംസ്കാരം മൂന്നാറിൽ നടന്നു. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ ആയിരങ്ങൾ അന്തിമോപചാരം അർപ്പിച്ചു. മുതലാളിത്തത്തോട് സന്ധി ചെയ്യാതെ മൂന്നാറിന്റെ തേയിലക്കാടുകളിൽ നിറഞ്ഞു നിന്ന പോരാട്ട വീര്യമായിരുന്നു പളനിവേൽ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ. P. പളനിവേൽ എന്ന മൂന്നാറിന്റെ സമരനായകന് കണ്ണീരോടെ ജന്മനാട് വിട നൽകി. 6.5 പതിറ്റാണ്ട് കാലത്തെ പോരാട്ടത്തിന്റെ ചരിത്രമാണ് P. പളനിവേൽ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന് മൂന്നാറിലുള്ളത്. തോട്ടം തൊഴിലാളികൾ അവകാശങ്ങൾക്ക് വേണ്ടി എക്കാലവും സംഘടിത ശക്തിയായി നിലനിൽക്കണമെന്ന് ഓരോ തൊഴിലാളിയെയും പഠിപ്പിച്ച നേതൃത്വം. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ, നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ, മുതലാളിത്തത്തോട് സന്ധി ചെയ്യാതെ മൂന്നാറിന്റെ തേയിലക്കാടുകളിൽ നിറഞ്ഞു നിന്ന പോരാട്ട വീര്യമായിരുന്നു പളനിവേൽ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ K. പ്രകാശ് ബാബു, AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ, റവന്യൂ മന്ത്രി K. രാജൻ, സത്യൻ മൊകേരി, MLA മാരായ വാഴൂർ സോമൻ, MM മണി, അഡ്വക്കേറ്റ് A. രാജ, CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്, CPI ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ, AK മണി, KK ശിവരാമൻ, EK ശിവൻ, ES ബിജിമോൾ അടക്കമുള്ള രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനാ നേതാക്കന്മാരും അന്തിമോപചാരം അർപ്പിച്ചു.
പിന്നെ ആയിരങ്ങൾ ഏറ്റുവിളിച്ച മുദ്രാവാക്യങ്ങൾ കേട്ട പഴയ മൂന്നാർ സ്കൗട്ട് സെന്ററിൽ അന്ത്യവിശ്രമം. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി പളനിവേലിന്റെ നിര്യാണത്തെ തുടർന്ന് വെട്ടിച്ചുരുക്കിയ ജില്ലാ സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ കട്ടപ്പനയിൽ നടക്കും. ഞായറാഴ്ച പുതിയ ജില്ലാ കൗൺസിലിനെയും സെക്രട്ടറിയെയും സമ്മേളനം തെരഞ്ഞെടുക്കും. ശനിയാഴ്ച രാവിലെ 9 മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും. 10 മണിക്ക് സമ്മേളനത്തിന് തുടക്കം കുറിച്ച CPI സംസ്ഥാന കൗൺസിൽ അംഗം KK ശിവരാമൻ പതാക ഉയർത്തും. തുടർന്ന് ചുവപ്പ് സേനാംഗങ്ങൾ ചേർന്ന് പതാകയ്ക്ക് സല്യൂട്ട് നൽകും. പ്രതിനിധികൾ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തും. CPI ജില്ലാ സെക്രട്ടറി K സലിംകുമാർ പ്രവർത്തന റിപ്പോർട്ടും അസിസ്റ്റന്റ് സെക്രട്ടറി പ്രിൻസ് മാത്യു രാഷ്ട്രീയ റിപ്പോർട്ടും അവതരിപ്പിക്കും. CPI ദേശീയ കൗൺസിൽ അംഗം സത്യൻ മൊകേരി, റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ, കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ്, സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ MP, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK അഷ്റഫ്, കമലാ സദാനന്ദൻ തുടങ്ങിയവർ സംസാരിക്കും. 17, 18, 19, 20 തീയതികളിലാണ് നടത്താൻ എല്ലാവിധ ഒരുക്കങ്ങളോടും നടത്താൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ പാർട്ടി ജില്ലയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി P പളനിവേലിൻ്റെ ആകസ്മികമായിട്ടുള്ള മരണം മൂലം 17-ൻ്റെ റെഡ് വോളണ്ടിയേഴ്സ് മാർച്ചും പരേഡും അതുപോലെ തന്നെ പ്രകടനവും പൊതുസമ്മേളനവും കലാപരിപാടികളുമെല്ലാം മാറ്റിവെച്ചു. പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവും സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനപ്രകാരം സമ്മേളനം 19, 20 തീയതികളിൽ വീണ്ടും തുടരുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നാളെ രാവിലെ കട്ടപ്പന മുനിസിപ്പൽ ടൗൺ ഹാളിൽ കാനൻ രാജേന്ദ്രൻ നഗറിൽ പാർട്ടി ജില്ലാ സമ്മേളനം മുൻ തീരുമാനപ്രകാരം പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ രാവിലെ കൃത്യം 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. മുൻ തീരുമാനപ്രകാരം സമ്മേളന പ്രതികൾ ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സമ്മേളന പ്രതികൾ മുഴുവൻ ഇന്ന് വൈകിട്ടും നാളെ രാവിലെയുമായി കൃത്യമായും രാവിലെ അവിടെ എത്തിച്ചേരും. സമ്മേളനത്തിന് മുന്നോടിയായി പതാക ഉയർത്തുന്നത് പാർട്ടിയുടെ ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള പാർട്ടി മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള KK ശിവരാമൻ കൃത്യം 9:45 പതാക ഉയർത്തുന്നതോടുകൂടി സമ്മേളന നടപടികൾ ആരംഭിക്കാൻ എന്നതൊക്കെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. തുടർന്ന് ആദ്യകാല പാർട്ടി പ്രവർത്തകരെയും കുടുംബാംഗങ്ങളെയും ആദരിക്കും. ഞായറാഴ്ച പുതിയ ജില്ലാ കൗൺസിലിനെയും സെക്രട്ടറിയെയും സമ്മേളനം തെരഞ്ഞെടുക്കും. ഇടുക്കിയിൽ വൻ വനം കൊള്ള. ശാന്തൻപാറ പേത്തൊട്ടിയിൽ CHR മേഖലയിൽ നിന്ന് വിവിധ ഇനങ്ങളിൽപ്പെട്ട 150-ലധികം മരങ്ങൾ മുറിച്ചു കടത്തി. ഉരുൾപൊട്ടലിനെ തുടർന്ന് നാശനഷ്ടമുണ്ടായ മേഖലയ്ക്ക് സമീപത്തു നിന്നാണ് മരങ്ങൾ മുറിച്ചത്. ഏലം പുനർകൃഷിയുടെ മറവിലാണ് മരം കൊള്ള നടന്നിരിക്കുന്നത്. CHR ഭൂമിയിലെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് അനുമതിയില്ല. കാർഷിക ആവശ്യങ്ങൾക്കായി ചില്ലകൾ വെട്ടി ഒതുക്കാറുണ്ടെങ്കിലും ഇതിന്റെ മറവിൽ മരങ്ങൾ മുറിച്ചു കടത്തുകയായിരുന്നു. ശാന്തൻപാറ വില്ലേജിൽ മതികെട്ടാൻചോല ദേശീയ ഉദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന 1.5 ഏക്കർ ഭൂമിയിൽ നിന്നും ഒരാഴ്ച മുൻപാണ് മരങ്ങൾ മുറിച്ചു കടത്തിയത്. M ബൊമ്മയ്യൻ എന്നയാളുടെ പേരിലുള്ള ഭൂമിയാണിതെന്ന് പൊതുപ്രവർത്തകനായ KS അരുൺ പറയുന്നു. വൻ രീതിയിലുള്ള വനം കൊള്ള നടന്നിട്ടും അതിനെക്കുറിച്ചൊന്നും അറിയാതെ ആളുകളെല്ലാം തിരിച്ചറിഞ്ഞു, പൊതുസമൂഹം ഇതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ, അത് വലിയ വിഷയമാകുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പെട്ടെന്ന് വന്ന് ഫോറസ്റ്റുകാർ കേസെടുക്കുക. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വ്യാപകമായ രീതിയിൽ ഒരു ഭാഗത്ത് വനം കൊള്ള നടക്കുന്നു, ഒരു ഭാഗത്ത് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് അവൻ്റെ ഒരു വീട് നിർമ്മാണത്തിനോ അല്ലെങ്കിൽ വീടിന് ഭീഷണിയായി നിൽക്കുന്ന ഒരു മരത്തിൻ്റെ ഒരു ചില്ല പോലും മുറിച്ചു മാറ്റുവാൻ സാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഇതുപോലെയുള്ള വനം കൊള്ളകൾ വലിയ വലിയ വൻകിട ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പോൾ കർശനമായ രീതിയിലുള്ള നടപടികൾ ഇവരുടെ മേൽ ഉണ്ടാകണം എന്നാണ് പറയുവാനുള്ളത്. ആഞ്ഞിലി, മരുത്, ഞാവൽ, പ്ലാവ് തുടങ്ങിയ നിരവധി മരങ്ങളാണ് മുറിച്ചു കടത്തിയത്. സംഭവം വിവാദമായതോടെ വനം വകുപ്പ് കേസെടുത്തു. മഴയെ തുടർന്ന് മണ്ണിടിഞ്ഞ് കട്ടപ്പന മേട്ടുകുഴിയിൽ വീട് ഭാഗികമായി തകർന്നു. കിഴക്കേക്കര ശ്യാം ജോർജിന്റെ വീടിനാണ് കേടുപാട് സംഭവിച്ചത്. വീടിന്റെ പിൻവശത്തെ മൺതിട്ടിയോടൊപ്പം ഭീമൻ കല്ലുകൂടെ പതിച്ചതോടെ പിൻവശത്തെ മുറിയുടെ ഭിത്തി തകർന്നു. ശ്യാമും കുടുംബാംഗങ്ങളും ഉച്ചഭക്ഷണത്തിന് ശേഷം വിശ്രമിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. മൺതിട്ട ഇടിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ട് ഇവർ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. മുറിയുടെ ജനാലയും തകർന്നു വീണു. വൻതോതിൽ മണ്ണും കല്ലും മുറിക്കുള്ളിൽ പതിച്ചിട്ടുണ്ട്. വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് നഗരസഭാ അധികൃതർ, കട്ടപ്പന വില്ലേജ് ഓഫീസ് അധികൃതർ എന്നിവർ സ്ഥലം സന്ദർശിച്ചതായി വീട്ടുടമ പറഞ്ഞു. ആദ്യം ചെറിയൊരു സൗണ്ട് കേട്ടു. രണ്ടാമത് ഞാൻ നോക്കിയതിന് മണ്ണെല്ലാം ഇങ്ങോട്ട് വീഴുന്നോട്ടെ. ഞാൻ ഇറങ്ങി ഓടുമായിരുന്നു. എൻ്റെ മുണ്ടെല്ലാം പറഞ്ഞു വിട്ട് ഞാൻ അയലക്കത്തെ വീട്ടിൽ കാറിൽ പോയി അയലക്കത്തെ വീട്ടിൽ കൊണ്ട് ഓടി കയറി. അപ്പോഴത്തേനും ആൾക്കാരെല്ലാവരും ഓടി വന്നു. ഇതിനകത്തെല്ലാം മണ്ണുമെല്ലാം അവിടെ ചാടിക്കിടക്കുക, ഈ കല്ലുമെല്ലാം അവിടെ. ഇത് നമ്മുടെ പുറവശമാണ് ഇടിഞ്ഞത്. ഇപ്പം വീടിൻ്റെ ഭിത്തിയും കാര്യങ്ങളെല്ലാം പോയി. വീടിന്റെ പിൻവശത്ത് വലിയ തോതിൽ മണ്ണ് ഇടിഞ്ഞു കിടക്കുകയാണ്. വീടിന്റെ ഭിത്തി തകർന്നതോടെ വിള്ളൽ മറ്റു ഭാഗങ്ങളിലേക്കും ഉണ്ടായിട്ടുണ്ട്. കൂടാതെ മണ്ണിടിഞ്ഞ ഭാഗത്ത് കൂടുതൽ മണ്ണിടിയാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. വീടിന് പിൻവശത്ത് വീണുകിടക്കുന്ന മണ്ണ് മാറ്റുന്നത് തന്നെ ശ്രമകരമായ ജോലിയാണ്.
കൊച്ചി ധനുഷ്കോടി ദേശീയപാത 85 നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞുവെക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിന് പിന്നിൽ കപട പരിസ്ഥിതിവാദികളാണെന്ന് ഇടുക്കി രൂപത നേതൃത്വം. ഈ നടപടികൾക്കെതിരെ നടക്കുന്ന ജനകീയ സമരങ്ങൾക്ക് ഇടുക്കി രൂപതയുടെ പിന്തുണയുണ്ടാകുമെന്ന് രൂപത മീഡിയ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് പറഞ്ഞു. റോഡിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ച നിർമ്മാണം നടക്കേണ്ടത് അനിവാര്യമാണ്. മുൻപ് റവന്യൂ ഭൂമിയാണെന്ന് കണ്ടെത്തിയ കോടതിക്ക് മുന്നിൽ ഇത് വനഭൂമിയാണെന്ന് ഇപ്പോൾ സത്യവാങ്മൂലം നൽകിയത് സർക്കാരിന് വേണ്ടി ഹാജരായ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ തന്നെയാണെന്നും ഫാദർ ജിൻസ് കാരക്കാട്ട് പറഞ്ഞു. ഇത് സർക്കാരിന് പറ്റിയ പിഴവാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സർക്കാരിന്റെ വലിയ പ്രതീക്ഷയും ആഗ്രഹവുമാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ സർക്കാരിന് വേണ്ടി കോടതിയിൽ ഹാജരായത് വനം വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് എന്നുള്ളത് വിരോധാഭാസമാണ്. സ്വാഭാവികമായിട്ടും വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥൻ വാദിക്കുന്നത് വനം വകുപ്പിന് വേണ്ടി തന്നെയായിരിക്കണം. അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലത്തിൽ വാളറ മുതൽ നേരിമംഗലം വരെയുള്ള പ്രദേശം വനഭൂമിയാണ് എന്ന് കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഈ വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ പ്രദേശം റവന്യൂ ഭൂമിയാണ് എന്ന് തെളിയിക്കത്തക്ക വിധത്തിലുള്ള രേഖകൾ ലഭ്യമാണ്. സർക്കാർ ഇച്ഛാശക്തിയോടുകൂടി ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട്. കോടതിയെ എത്രയും വേഗം ഈ വിഷയങ്ങൾ ബോധിപ്പിക്കേണ്ടതുണ്ട്. ഇത് വനഭൂമിയല്ല, റവന്യൂ ഭൂമിയാണ് എന്ന് ബോധിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കപട പരിസ്ഥിതിവാദികൾ ഈ ഹൈറേഞ്ചിൻ്റെ ആകമാനമുള്ള വളർച്ചയ്ക്ക് തുരങ്കം വെക്കുന്നവരാണ്. സങ്കുചിതമായ താല്പര്യങ്ങളോടുകൂടി ജീവിക്കുന്നവർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളുമായി കോടതിയെ സമീപിക്കാനാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്തരക്കാരെ നമ്മൾ കണ്ടെത്തുകയും അവർക്ക് അർഹിക്കുന്ന രീതിയിലുള്ള അവഗണനകൾ നൽകി ഈ സമൂഹത്തിൽ അവരെ മാറ്റി നിർത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. ജനം ഈ വിഷയത്തിൽ നടത്തുന്ന സമരങ്ങൾ അത് ധാർമ്മിക സമരങ്ങളാണ് എന്ന് ബോധ്യപ്പെടുന്നു. ഈ അവകാശ പോരാട്ടത്തിൽ ജനത്തിൻ്റെ ഈ ജനകീയ സമരത്തിന് എല്ലാ പിന്തുണയും അഭിവാദ്യവും അർപ്പിക്കുകയാണ്. പൊതുജനത്തിൻ്റെ ഈ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഈ സമരത്തിന് ഇവിടുത്തെ ഒരു പൊതു സംവിധാനം എന്ന നിലയ്ക്ക് ഇടുക്കി രൂപത എല്ലാ കാലത്തും എന്നതുപോലെ ഈ വിഷയത്തിനും മുന്നിലുണ്ടാകും എന്ന് ഓർമ്മിപ്പിക്കാനും ഈ അവസരം ഉപകാരപ്പെടുത്തുകയാണ്. ഇടുക്കിയിലെ വികസന പ്രവർത്തനങ്ങളിൽ തടസ്സം നിൽക്കുന്ന കപട പരിസ്ഥിതിവാദികളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണം. ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ പ്രതിഷേധങ്ങൾക്കും ഇടുക്കി രൂപതയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും നേതൃത്വം വ്യക്തമാക്കി. ദേശീയപാത 85 നിർമ്മാണ പ്രതിസന്ധിയിൽ പരസ്യ പ്രതിഷേധവുമായി യാക്കോബായ സഭ. ഈ മാസം 31 ബഹുജന പിന്തുണയോടെ NH സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ചിന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖലാ മെത്രാപ്പോലീത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് അടിമാലിയിൽ പറഞ്ഞു. ദേശീയപാത 85 ഭാഗമായ നീരിമംഗലം വനമേഖലയിൽ രൂപം കൊണ്ടിട്ടുള്ള നിർമ്മാണ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രതിഷേധമുയരുകയും ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബഹുജന പിന്തുണയോടെ തുടർ സമരങ്ങൾക്ക് തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തിട്ടുള്ള സാഹചര്യത്തിലാണ് യാക്കോബായ സഭയും വിഷയത്തിൽ പരസ്യ പ്രതികരണവും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. വിഷയത്തിൽ ഈ മാസം 31 നടക്കുന്ന പ്രതിഷേധ മാർച്ചിന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖലാ മെത്രാപ്പോലീത്ത ഡോക്ടർ ഏലിയാസ് മാർ അത്താനാസിയോസ് അടിമാലിയിൽ പറഞ്ഞു. പ്രകൃതിക്ഷോഭത്തിൻ്റെ ഭാഗമായി മറിഞ്ഞു വീഴുന്ന മരങ്ങളും തടസ്സങ്ങളും നീക്കുന്നതിന് ദുരന്ത നിവാരണ പ്രക്രിയയുടെ ഭാഗമായി കളക്ടറെ ചുമതലപ്പെടുത്തിയിരിക്കുന്നതിന് ബഹുമാനപ്പെട്ട കോടതി ഇന്ന് അതിന് സ്റ്റേ കൊടുത്തിരിക്കുകയാണ്. ഈ സ്റ്റേ ഇത് ഇവിടുത്തെ ജനങ്ങളെ മുഴുവനും ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ വരുന്ന 31-ാം തീയതി ഇവിടുത്തെ ഹൈറേഞ്ച് പ്രദേശത്തിലെ ആളുകൾ മുഴുവൻ ഈ സ്റ്റേക്കെതിരായി പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുകയാണ്. യാക്കോബായെ സംബന്ധിച്ച് സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഇരിക്കുന്ന വൈദികരും കമ്മീഷൻ അംഗങ്ങളുമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമരസമിതിയുടെ കൂടെ ഉണ്ടാകും, ഏതറ്റം വരെയും കൂടെ ഉണ്ടാകും. ഇവിടെ സ്റ്റേക്കോ മറ്റു കാര്യത്തിനൊന്നും തടസ്സമല്ല. പക്ഷേയെങ്കിൽ ഇവിടുത്തെ സഞ്ചാര യോഗ്യമായിരുന്ന റോഡ് ഇന്ന് സഞ്ചാര യോഗ്യമല്ലാതായിത്തീരുന്ന പശ്ചാത്തലത്തിൽ മരങ്ങൾ വീഴുന്നു, അത് മുറിച്ചു മാറ്റാൻ പറ്റുന്നില്ല. പാറകൾ ഇടിഞ്ഞു വീഴുന്നു, അത് മാറ്റാൻ പറ്റുന്നില്ല. ഓരോ രീതിയിലും ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന ഒരു വസ്തുതയാണ് ഇന്ന് കോടതിയിൽ കൂടി ഒരു സ്റ്റേ വഴി ഉണ്ടായിരിക്കുന്നത്. 30 ദേവാലയങ്ങളിൽ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട സർക്കുലർ വായിക്കുമെന്നും സമരസമിതിക്കൊപ്പം നിന്ന് പ്രതിഷേധത്തിനിറങ്ങുമെന്നും മെത്രാപ്പോലീത്ത വ്യക്തമാക്കി.
വിഷയത്തിൽ രാഷ്ട്രീയ ഭിന്നത മറന്ന് എല്ലാ വിഭാഗം ജനങ്ങളും പ്രതിഷേധിക്കേണ്ടതായുണ്ട്. നിലവിലുള്ള നിയമ സംവിധാനത്തെ പോലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വെല്ലുവിളിക്കുന്നുവെന്നതിന്റെ തെളിവാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെന്നും യാക്കോബായ സഭ വ്യക്തമാക്കുന്നു. പരുന്തുംപാറയിൽ ഭൂമി കയ്യേറ്റം എന്ന പേരിൽ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ച് ഭൂപ്രശ്നം സങ്കീർണമാക്കാൻ കളക്ടറുടെ നേതൃത്വത്തിൽ റവന്യൂ അധികൃതരുടെ ഗൂഢനീക്കം നടക്കുന്നുവെന്ന് പീരുമേട് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ. കൃത്യമായ രേഖകൾ പരിശോധിക്കാതെയാണ് കളക്ടർ വിവാദ പ്രസ്താവന നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രദേശത്തെ 2 നമ്പറുകളിൽ ഉൾപ്പെട്ട വസ്തുവിന്റെ ഉടമസ്ഥത സംബന്ധിച്ച ഭൂരേഖകൾ പരിശോധിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെയുള്ള നടപടി പ്രദേശവാസികൾക്കിടയിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. പരുന്തുംപാറയിൽ ഭൂമി സംബന്ധിച്ച് ഒരു പരാതികളും നേരത്തെയില്ല. ഏതാനും മാസം മുമ്പ് മാധ്യമ വാർത്തയെ തുടർന്നാണ് പരുന്തുംപാറയിൽ ഭൂമി വിവാദം തുടങ്ങുന്നത്. ജില്ലയ്ക്ക് പുറത്തുള്ള പരിസ്ഥിതി സംഘടന നൽകിയ പരാതിയിൽ മറ്റൊരു കേസിന്റെ പരിശോധന നടക്കവെയാണ് മേഖലയിൽ കയ്യേറ്റ ഭൂമിക്ക് പട്ടയം നേടാൻ ശ്രമം നടക്കുന്നുവെന്ന വാർത്തയും പുറത്തുവരുന്നത്. മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ 441-ലും പീരുമേട് വില്ലേജിലെ സർവേ നമ്പർ 534-ലും ഉൾപ്പെടുന്ന മുഴുവൻ പ്രദേശത്തും മാർച്ച് മുതൽ നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. വലിയ തോതിൽ ഉയർന്നുവന്ന പ്രതിഷേധത്തെ തുടർന്ന് മാസങ്ങൾക്ക് ശേഷമാണ് നിർമ്മാണ നിരോധനം പിൻവലിച്ചത്. പരുന്തുംപാറയുടെ സമീപ പ്രദേശങ്ങളിലെ പട്ടയഭൂമിയിൽ പതിറ്റാണ്ടുകളായി താമസിക്കുന്ന നിരവധി കുടുംബങ്ങളാണ് റവന്യൂ അധികാരികളുടെ നടപടിയിൽ പ്രതിസന്ധിയിലായത്. നിരവധി ആളുകൾക്ക് 1ഉം 2ഉം തവണയായി റവന്യൂ അധികാരികൾ നോട്ടീസ് നൽകി. നോട്ടീസിന് ആദ്യം സമർപ്പിച്ച രേഖകൾ മതിയാകാത്തതിനാൽ വീണ്ടും നോട്ടീസ് നൽകി. രാജഭരണകാലത്ത് ചെമ്പ് പട്ടയവും ജനാധിപത്യ ഭരണത്തിൽ പട്ടയവും ലഭിച്ച 100 കണക്കിന് കുടുംബങ്ങളാണ് ഇവിടെയുള്ളതെന്ന് പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ പറഞ്ഞു. സ്ഥലം പതിവ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതായി പട്ടയ ഫയലിലും അവസരം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ പട്ടയത്തിന്റെ അപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അത് അംഗീകരിച്ചിട്ടുണ്ട്. അത് ജില്ലാ കളക്ടർ അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ തഹസിൽദാർ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ സൂചിപ്പിച്ച പട്ടയം നമ്പർ ഞാൻ പറഞ്ഞത് 84-ലെയാണ്, അല്ല 218/84-ലാണ്. അവിടെ ഈ പട്ടയത്തിന്റെ കാര്യത്തിനകത്ത് മാത്രം പറയുന്നൊരു കാര്യം മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പതിവ് ലിസ്റ്റ് പരിശോധനയ്ക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉത്തരവാദപ്പെട്ട ജീവനക്കാർ അവരുടെ ജോലിയിൽ കാണിച്ചിട്ടുള്ള അലംഭാവം, ഫയലുകൾ സൂക്ഷിക്കുന്ന കാര്യത്തിനകത്ത് കാണിച്ചിട്ടുള്ള അലംഭാവം ഈ സാധാരണക്കാരായ ജനങ്ങളുടെ മേലെ കെട്ടിവെക്കുന്ന ശ്രമമാണ് ഈ ബഹുമാനപ്പെട്ട ജില്ലാ ഭരണകൂടം ഇപ്പോൾ നടപ്പാക്കുന്നത്. ഈ റിപ്പോർട്ടിനകത്ത് ഒരിടത്തും നിങ്ങൾക്ക് ആർക്കും, നിങ്ങളെല്ലാം മാധ്യമപ്രവർത്തകരാണ്, നിങ്ങളെല്ലാം ഇത് കണ്ടിട്ടുണ്ടാവാം. ആ റിപ്പോർട്ടിനകത്ത് ഒരിടത്തും വ്യാജ പട്ടയം തയ്യാറാക്കിയിട്ടെന്ന് പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം 5 ഏക്കർ വരെ കൈവശം വെച്ചിട്ടുള്ള ആളുകളുണ്ട്. ആ 5 ഏക്കർ കൈവശം വെച്ചിട്ടുള്ള ആളുകൾ വ്യാജമായി പട്ടയം ഉണ്ടാക്കിയതായിരിക്കാം എന്ന് പറയുന്നുണ്ട്. വ്യാജമായി പട്ടയം ഉണ്ടാക്കിയതായിട്ട് ഈ റിപ്പോർട്ടിനകത്ത് ഒരിടത്തും പറയുന്നില്ല. അത് ഈ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിനകത്ത് ഒരിടത്തും പറയുന്നില്ല. പട്ടയത്തിന്റെ അളവ് ഞാൻ പറഞ്ഞു 441, 534-ലും ഇപ്പോൾ പട്ടയം ലഭിച്ചിട്ടുള്ളതല്ല. ഈ ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന ആളുകളെല്ലാം 5 ഏക്കറിൽ താഴെ പട്ടയം ലഭിച്ചിട്ടുള്ളതിൽ നിന്ന് കൈമാറി വാങ്ങിച്ചിട്ടുള്ള ആളുകളാണ്. പ്രദേശത്ത് 3 സെന്റ് മുതൽ 2.5 ഏക്കർ വരെ ഭൂമിയുള്ള സാധാരണക്കാരാണ് ഏറെയും. ഗ്രാമ്പി, കല്ലാർ, ഓട്ടപ്പാലം, പീരുമേട് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കയ്യേറ്റം നടന്നതായി ആരോപണമുയർന്നിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിലുള്ള ആളുകൾ നിയമപ്രകാരം പട്ടയം ലഭിച്ചവരാണ്. 2200 തണ്ടപ്പിരികളിലായാണ് പ്രദേശത്ത് ഭൂമിയുള്ളത്. ഇതിൽ 900 പേർക്ക് മാത്രമാണ് നാളിതുവരെ നോട്ടീസുകൾ നൽകിയിട്ടുള്ളത്. ഇതിൽ 200-നടുത്ത ആളുകൾ മാത്രമാണ് ഇതിനകം രേഖകൾ ഹാജരാക്കിയിട്ടുള്ളത്. ഇതുവരെ നൽകിയ 200ഓളം പേരുടെ രേഖകൾ പൂർണ്ണ പരിശോധനയ്ക്ക് ഇതുവരെയും വിധേയമാക്കിയിട്ടില്ല. ആ 925 പേരുടെ രേഖകൾ പരിശോധിച്ചതിൽ നിന്നും ഹാജരാക്കിയതിൽ നിന്നും 200 എണ്ണമാണ് ഇതേവരെ പരിശോധിച്ചിട്ടുള്ളത്. ഈ 200 എണ്ണം പരിശോധിക്കുന്ന ഘട്ടത്തിലാണ് സ്ഥലം മാറ്റം എന്ന പ്രക്രിയ നടപ്പാവുകയും പീരുമേട്ടിലെ താലൂക്കിലെ തഹസിൽദാർ ഇതിനു വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള എല്ലാ തഹസിൽദാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ പൂർണ്ണമായി സ്ഥലം മാറി. പുതിയ ആളുകൾ വന്ന് ചാർജ് എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ പുതിയ തഹസിൽദാർ, എല്ലാ തഹസിൽദാർ, സൂപ്രണ്ട് തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം പുതിയതായി വന്ന് ചാർജ് എടുത്തിട്ടുള്ളൂ. അവിടെ രേഖപരിശോധന എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള രേഖകളും പരിശോധിച്ചില്ല. ബാക്കിയുള്ള ആളുകൾക്ക് നോട്ടീസ് കൊടുക്കാൻ അവർ നടപടികൾ സ്വീകരിക്കുന്നുള്ളൂ. ഇപ്പോൾ 200 പേരുടെ രേഖകൾ പരിശോധിച്ചെന്നാണ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ പറഞ്ഞത്. താലൂക്കിൽ നിന്ന് എല്ലാ തഹസിൽദാരോ പീരുമേട് താലൂക്ക് ഓഫീസിൽ നിന്ന് ഒരു റിപ്പോർട്ടും ഇത് സംബന്ധിച്ച് മുകളിലേക്ക് കൊടുത്തിട്ടില്ല. കാരണം രേഖ പരിശോധന പൂർണ്ണമായിട്ടില്ല. അപ്പോൾ 1475 പേരുടെ രേഖകൾ പരിശോധിച്ചു എന്ന് പറയുന്നത് വസ്തുതാപരമല്ല എന്നാണ് നമ്മുടെ പീരുമേട് താലൂക്ക് ഓഫീസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവിടെ ഒരു രേഖയും പോയിട്ടില്ല. പ്രദേശത്ത് പതിറ്റാണ്ടുകളായി താമസിച്ചു വരുന്ന ജനങ്ങളെ കയ്യേറ്റക്കാരായി ചിത്രീകരിച്ച് കുടിയിറക്കാനുള്ള റവന്യൂ അധികൃതരുടെ നടപടി പിൻവലിക്കണമെന്നും പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ AJ തോമസ് എന്നിവർ ആവശ്യപ്പെട്ടു. തൊടുപുഴ ആലക്കോട് നിന്ന് 3 കിലോ 800 ഗ്രാം ഉണക്ക കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. ആലക്കോട് മീൻമുട്ടി
മീക്കുന്നേൽ മിഥുൻ ജെയിംസാണ് അറസ്റ്റിലായത്. മൂലമറ്റം എക്സൈസ് സംഘം നടത്തിയ പരിശോധനയ്ക്കിടെയാണ് പ്രതി പിടിയിലായത്. കഴിഞ്ഞ ദിവസമാണ് പ്രതിയെ പിടികൂടിയത്. ആലക്കോട് കേന്ദ്രീകരിച്ച് ലഹരി കച്ചവടം നടക്കുന്നതായി എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് അറിവ് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ കുടുങ്ങിയത്. ഇയാൾക്ക് കഞ്ചാവ് ലഭിച്ച ഉറവിടത്തെക്കുറിച്ചും കഞ്ചാവ് വിതരണത്തെക്കുറിച്ചും അന്വേഷിച്ചു വരികയാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ആലക്കോട് ഷാപ്പിന് സമീപം സംശയാസ്പദമായിട്ട് ഒരു യുവാവ് നിൽക്കുന്നത് കണ്ടു. പുള്ളിയെ പരിശോധിച്ചപ്പോൾ പുള്ളിയുടെ കൈവശം നിന്ന് ഒരു 7 ഗ്രാം കഞ്ചാവ് കിട്ടി. തുടർന്ന് പുള്ളിയോട് ചോദിച്ചതിൽ പുള്ളിയുടെ വീട്ടിൽ കഞ്ചാവ് സൂക്ഷിച്ചിട്ടുണ്ടെന്നും പുള്ളി വിൽപ്പന നടത്തി വരുന്നതാണെന്നും അറിഞ്ഞു. പിന്നെ പാർട്ടി സഹിതം സാക്ഷികളുമായിട്ട് അവിടെ പോയി നടത്തിയ പരിശോധനയിൽ പുള്ളി തന്നെ ഏകദേശം 3.25 കിലോയോളം കഞ്ചാവ് എടുത്തു തന്നിട്ടുണ്ട്. അപ്പം ഇത് കൂടുതൽ ചോദിച്ചതിൽ വാഴക്കുളം ഭാഗത്തു നിന്നാണ് കിട്ടിയ ഒരു പേരറിയാത്തൊരു ബായുടെ കയ്യിൽ നിന്നാണ് കിട്ടിയത്. പുള്ളി വിൽപ്പനയ്ക്കായിട്ട് വാങ്ങിയതാണെന്നാണ് അറിയാൻ കഴിയുന്നത്. വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാവാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഓണക്കാലത്തിന് മുന്നോടിയായി ലഹരി ഇടപാടുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ റെയ്ഡുകൾ ശക്തമാക്കുമെന്നും വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി ബോധവൽക്കരണ ക്ലാസുകൾ കൂടുതലായി നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുള്ളതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു. മൂലമറ്റം എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ നിസാർ VS, അജിത് കുമാർ, പ്രിവന്റീവ് ഓഫീസർ അനുരാജ് PR, സുബൈർ, രാജേഷ് VR എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. 2018 പ്രളയത്തിൽ തകർന്ന മൂന്നാർ സർക്കാർ കോളേജിന്റെ നിർമ്മാണത്തിന് വഴിയൊരുങ്ങുന്നു. കോളേജ് നിർമ്മിക്കുവാൻ വേണ്ടുന്ന ഭൂമി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി. 2 ഹെക്ടറിലധികം ഭൂമിയാണ് പുതിയതായി സർക്കാർ കോളേജ് നിർമ്മിക്കുവാൻ അനുവദിച്ചു നൽകിയിട്ടുള്ളത്. 1 വർഷത്തിനുള്ളിൽ നിർമ്മാണ ജോലികൾ ആരംഭിക്കണമെന്നതടക്കമുള്ള നിബന്ധനകളും ഉത്തരവിലുണ്ട്. മൂന്നാർ ദേവികുളം റോഡിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപത്തായിട്ടായിരുന്നു മുമ്പ് മൂന്നാർ ഗവൺമെന്റ് കോളേജ് പ്രവർത്തിച്ചു വന്നിരുന്നത്. 2018 പ്രളയത്തിൽ കോളേജ് കെട്ടിടം തകർന്നതോടെ കോളേജിന്റെ പ്രവർത്തനം ഇവിടെ നിന്നും മാറ്റി. മൂന്നാറിൽ തന്നെ ഒരുക്കിയ താൽക്കാലിക സംവിധാനത്തിലാണിപ്പോൾ കോളേജിന്റെ പ്രവർത്തനം. കോളേജ് കെട്ടിടം തകർന്ന നാളുകൾ ഇത്ര പിന്നിട്ടിട്ടും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കാത്തതിൽ വലിയ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പുതിയ കോളേജ് കെട്ടിടം നിർമ്മിക്കുവാൻ വേണ്ടുന്ന സ്ഥല ലഭ്യതയാണ് പ്രതിസന്ധിക്കിടയാക്കിയതെന്നായിരുന്നു ബന്ധപ്പെട്ടവർ നൽകിയിരുന്ന വിശദീകരണം. ഈ പ്രശ്നത്തിനാണിപ്പോൾ പരിഹാരമായിട്ടുള്ളത്. കോളേജ് നിർമ്മിക്കുവാൻ വേണ്ടുന്ന ഭൂമി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി. 2.862 ഹെക്ടർ ഭൂമിയാണ് പുതുതായി സർക്കാർ കോളേജ് നിർമ്മിക്കുവാൻ അനുവദിച്ചു നൽകിയിട്ടുള്ളതെന്ന് ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ മിനിമം ഒരു 10 ഏക്കറെങ്കിലും നമുക്ക് ആവശ്യമുണ്ട്. 10 ഏക്കർ ആവശ്യമുള്ളപ്പോൾ ഭാവിയിൽ പുതിയ കോഴ്സുകൾ കൊണ്ടുവരാൻ കഴിയും. അതുപോലെ എല്ലാ സൗകര്യങ്ങളും അതിൽ മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ കണ്ടെത്താൻ തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് വെച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ അന്നൊരു കത്ത് നൽകിയിരുന്നു. ഞങ്ങൾ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കണമെന്ന്. അന്ന് കൂടുന്ന യോഗം എന്ന് പറയുന്നത് 4ാമത്തെ യോഗമാണ്. പിന്നീട് മന്ത്രി എന്നെ നേരിട്ട് വരാമെന്ന് പറഞ്ഞു. നേരിട്ട് വന്ന് സ്ഥലമൊക്കെ കണ്ട് മനസ്സിലാക്കി പോയിരുന്നു. അതുപോലെ ഫിനാൻസ് മിനിസ്റ്റർ ഈ സ്ഥലം കാണാൻ വേണ്ടി നേരിട്ട് വന്നു. ഇങ്ങനെ വലിയൊരു പരിശ്രമം ഇടുക്കി ജില്ലാ കളക്ടർ, നേരത്തെ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഡയറക്ടർ ആയിരുന്നു, അതുപോലെ സുധീർ IAS നിലവിലുള്ള ഹയർ എഡ്യൂക്കേഷൻ്റെ ചുമതലയുള്ള ആളാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ ഇതിൻ്റെ പിന്നിൽ ഈ സ്ഥലം വിട്ടുകിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്നലെ ഗവൺമെൻറ് 7.132 ഏക്കർ സ്ഥലം ഈ കോളേജ് പണിയുന്നതിന് വേണ്ടി വിവിധ വകുപ്പുകളിൽ നിന്ന് ഏറ്റെടുത്തുകൊണ്ട് ഗവൺമെൻറ് ഉത്തരവായിരിക്കുന്നത്. മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ കൈവശമുള്ള 1.4569 ഹെക്ടർ ഭൂമിയും DTPCയുടെ കൈവശമുള്ള ഭൂമിയും റവന്യൂ വകുപ്പിന്റെ അധീനതയിലുള്ള ഭൂമിയും ചേർത്താണ് പുതിയ സർക്കാർ കോളേജ് കെട്ടിടത്തിനായി സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. 1 വർഷത്തിനുള്ളിൽ നിർമ്മാണ ജോലികൾ ആരംഭിക്കണമെന്നതടക്കമുള്ള നിബന്ധനകളും സ്ഥലം കൈമാറിക്കൊണ്ടിറങ്ങിയ ഉത്തരവിലുണ്ട്. മുമ്പ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയടക്കം നേരിട്ടെത്തി കോളേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടൽ നടത്തിയിരുന്നു. ഭൂമി ലഭ്യമായതോടെ തുടർ പ്രവർത്തനങ്ങളിൽ വേഗത കൈവരിച്ച കോളേജിനായി പുതിയ കെട്ടിടം വൈകാതെ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയും ഉയരുന്നുണ്ട്. ഉമ്മൻചാണ്ടിക്ക് ചൊല്ലിയും ഉമ്മൻചാണ്ടി മാത്രമെന്ന് AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി. കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റി വള്ളക്കടവ് സ്നേഹസദനിൽ സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി 2ാം ചരമവാർഷിക അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉമ്മൻചാണ്ടിക്ക് ഒരു പകരക്കാരൻ ഒരിക്കലും ഉണ്ടാകില്ലെന്നും EM അഗസ്തി അനുസ്മരിച്ചു. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉമ്മൻചാണ്ടിയുടെ നാമം എന്നും ഒന്നാമതായിരിക്കും. ഹൃദയത്തിൽ കാരുണ്യത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനം സ്നേഹസദനിലെ കുട്ടികൾക്കൊപ്പം ആചരിക്കാൻ കഴിഞ്ഞത് ഏറെ സന്തോഷകരമാണെന്നും EM അഗസ്തി പറഞ്ഞു. സ്നേഹസേവനത്തിലൂടെ സമ്പൂർണ്ണ വികസനത്തിന്റെ പ്രയോജനം എല്ലാവർക്കും കിട്ടണം. അത് സമ്പന്നന്മാർക്കോ ആരോഗ്യമുള്ളവർക്കോ മാത്രമല്ല, സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളും അവഗണിക്കപ്പെട്ടവരെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ
ജീവിതശേഷി കുറഞ്ഞവരെ അവരെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള അവർക്കെല്ലാം സംരക്ഷണം നൽകുന്ന ഒരു സമൂഹമാണ് ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ വെൽഫെയർ സ്റ്റേറ്റാണ് നമ്മുടെ ലക്ഷ്യം. കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയമാണ് എല്ലാവരെയും സംരക്ഷിക്കുക. ഓൾ ഡെവലപ്മെന്റ്സ് വിത്ത് ഹ്യൂമൻ ഫേസ്. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോമോൻ തെക്കേൽ അധ്യക്ഷനായിരുന്നു. DCC മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് തോമസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, DCC സെക്രട്ടറി അഡ്വക്കേറ്റ് KJ ബെന്നി, നേതാക്കളായ സിജു ചക്കുമൂട്ടിൽ, ജോസ് മുത്തനാട്ട്, ഷാജി വെള്ളമാക്കൽ, സിസ്റ്റർ മേബിൾ മാത്യു, സിസ്റ്റർ ജെസി മരിയ, AM സന്തോഷ്, ബിനോയ് വെണ്ണിക്കുളം, റൂബി വേഴമ്പത്തോട്ടം, ജോസ് ആനക്കല്ലിൽ, PS മേരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണവും വിളമ്പി. വണ്ടിപ്പെരിയാറിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത് ചരമവാർഷിക അനുസ്മരണം നടന്നു. HRPE യൂണിയനും KPW യൂണിയനും സംയുക്തമായാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് വണ്ടിപ്പെരിയാറിൽ കോൺഗ്രസ് പ്രവർത്തകർ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിന് മുമ്പിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി. KPW യൂണിയന്റെയും HRPE യൂണിയന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. HRPE യൂണിയൻ ഓഫീസിൽ നടന്ന അനുസ്മരണ യോഗം DCC ജനറൽ സെക്രട്ടറിയും KPW യൂണിയൻ ഭാരവാഹിയുമായ ഷാജി പൈനാടത്ത് ഉദ്ഘാടനം ചെയ്തു. മാതൃകയാണ് ശ്രീ ഉമ്മൻചാണ്ടി. എല്ലാ പൊതുപ്രവർത്തകർക്കും എല്ലാ കാലത്തും വലിയ ഒരു ആവേശം നൽകിയിട്ടുള്ള ആളാണ് ബഹുമാന്യായ ഉമ്മൻചാണ്ടി. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ജീവകാരുണ്യ പ്രവർത്തനം എന്ന് അദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിൽ തെളിയിച്ചു. എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിൽക്കണമെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയേ മതിയാവൂ എന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് എല്ലാ പൊതുപ്രവർത്തകർക്കും ബോധ്യമായത്. HRPE യൂണിയൻ ഭാരവാഹി ദിലീപ്, നേതാക്കളായ M ഉദയസൂര്യൻ, KA സിദ്ദിഖ്, PA അബ്ദുൾ റഷീദ്, മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരായ രാജൻ കുരുവമ്മാക്കൻ, ബാബു ആന്റപ്പൻ എന്നിവർ സംസാരിച്ചു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികത്തിൽ കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി അനുസ്മരണ സമ്മേളനം നടത്തി. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി യോഗം ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ വെച്ചാണ് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയോടെയാണ് പരിപാടി ആരംഭിച്ചത്. അന്തരിച്ച KPCC മുൻ പ്രസിഡന്റ് CV പത്മരാജൻ കഴിഞ്ഞ ദിവസം കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ വെച്ച് വൈദ്യുതാഘാതമേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുൻ എന്നിവർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചു. കട്ടപ്പന നഗരസഭയിലെ ആശാപ്രവർത്തകരെ യോഗത്തിൽ ആദരിച്ചു. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി യോഗം ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടിയായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയെങ്കിൽ ഒരു സംശയം വേണ്ട. അവർ ഇത്ര ദീർഘകാലം സമരം ചെയ്യേണ്ടി വരുമായിരുന്നില്ല. സമരമേ ചെയ്യേണ്ടി വരുമായിരുന്നില്ല. ഏറിയാൻ ഒരാഴ്ചക്കാലം അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ ആശാവർക്കർമാർ തിരുവേദികളാണ്, അംഗൻവാടി ടീച്ചർമാർ തിരുവോരങ്ങളൊക്കെയാണ്. അത് ഭരണത്തിലെ ജനകീയ സ്വഭാവത്തിന്റെയും ജനകീയ വിരുദ്ധ സ്വഭാവത്തിന്റെയും മുഖം ഇത് മാത്രമേ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയെയാണ് നമ്മൾ മാത്രമല്ല കേരളം മുഴുവൻ സ്മരിക്കുക. ആ ഉമ്മൻചാണ്ടിയുടെ ചരമദിനത്തിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി ശ്രീ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് വരുന്നു എന്നതും ഉമ്മൻചാണ്ടി എത്രയോ ഉന്നത ശിക്ഷനായ നേതാവായിരുന്നു എന്നതിന്റെ തെളിവാണ്. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷനായിരുന്നു. KPCC സെക്രട്ടറി തോമസ് രാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KJ ബെന്നി, നഗരസഭാ മുൻ ചെയർമാൻ ജോണി കുളമ്പള്ളി, നേതാക്കളായ ജോയി പുരുന്നോലി, ജോസ് മുത്തനാട്ട, സിബി പാറപ്പായി, ബീന ജോബി, ഷാജി വെള്ളമാക്കൽ, ഷമേജ് K ജോർജ്, AM സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് ഇടുക്കി അസംബ്ലി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും നടത്തി. കടമന സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന ക്യാമ്പ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോബിൻ ഐമനം ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിൽ വെച്ചാണ് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോബിൻ ഐമനം പരിപാടി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് ആൽവിൻ മണ്ണഞ്ചേരി അധ്യക്ഷത വഹിച്ചു. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജിതിൻ ഒപ്പുമാക്കൽ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അലൻസി മനോജ്, നിതിൻ ചോയി, ബിബിൻ ആനിക്കാട്, റോബിൻ ജോർജ്, ജോഷി മാത്യു, ആൽബർട്ട് റിന്നി, ലിൻഡമോൾ, ആൽബിൻ ജെയിംസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിലെ UDF ഭരണസമിതിക്കെതിരെ CPMന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സമരം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു.
ലൈഫ് ഭവന പദ്ധതി പഞ്ചായത്തിൽ ഫലപ്രദമായി നടപ്പിലാക്കുക, നാളിയാനി കുളമാവ് റോഡ് ഗതാഗത യോഗ്യമാക്കുക, പഞ്ചായത്ത് കളിക്കളം നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം കണ്ടെത്തി നടപടികൾ സ്വീകരിക്കുക, അങ്കണവാടികളോടുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ നടത്തിയ സമരം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. രണ്ടാമത്തെ ടേമാണ് നിങ്ങൾക്ക് ഇവിടെ നല്ല ഭൂരിപക്ഷമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് ഭരിക്കുന്ന UDF ആണ്. ഒരു ചെറിയ കാര്യമെങ്കിലും ചെയ്തതെന്ന് പറയണമല്ലോ. MP എന്നുള്ള നിലയിൽ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ല. MP ഫണ്ട് എന്തെങ്കിലും പ്രത്യേകം കൊണ്ടുവരാനായിട്ടുള്ള ഒരു കരുണ കാണിച്ചോ? ഒന്നുമില്ല. ഒരു കാര്യവും ചെയ്യാത്തൊരു MP UDFന്റെ MLA ഇവിടെ കാലങ്ങളായിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ നോട്ടീസിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ വായിച്ചു. പഞ്ചായത്ത് കളിക്കളം ആരംഭിക്കാൻ ഒന്നും ചെയ്തിട്ടില്ല. പഞ്ചായത്ത് കളിക്കളം ആരംഭിക്കണമെങ്കിൽ ഇപ്പൊ ഗവൺമെന്റ് പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 50 ലക്ഷം MP അല്ലെങ്കിൽ MLA വയ്ക്കൂ, 50 ലക്ഷം കായിക വകുപ്പ് തരും. നാളെ വെള്ളിയാമറ്റം പഞ്ചായത്ത് സ്ഥലം എടുത്തു കൊടുത്ത് നിങ്ങളുടെ MP-യോട് പറയുക, അല്ല MLA-യോട് പറയുക 50 ലക്ഷം രൂപ വയ്ക്ക്. ഞങ്ങളിവിടെ ഈ കാര്യം ഞങ്ങൾ വെല്ലുവിളിച്ചു ചോദിക്കുകയാണ്. ശ്രീ PJ ജോസഫ് MLA അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള ഏതെങ്കിലും പഞ്ചായത്തിൽ ഒരു കളിക്കളത്തിന് വേണ്ടി 50 ലക്ഷം രൂപ വെച്ചിട്ടുണ്ടോ? പട്ടികവർഗ മേഖലയായ വെള്ളിയാമറ്റം പഞ്ചായത്തിന് നിരവധി ഫണ്ടുകൾ ലഭിക്കാൻ സാധ്യതയുള്ളത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത മൂലം പഞ്ചായത്തിന് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണെന്നും റോമിയോ സെബാസ്റ്റ്യൻ പറഞ്ഞു. UDF MLA-യും MP-യും പഞ്ചായത്തിനെ അവഗണിക്കുന്നു. LDF ഭരണകാലത്ത് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തി ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച പഞ്ചായത്ത് ഇപ്പോൾ താറുമാറായി കിടക്കുകയാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. CPM ഏരിയ കമ്മിറ്റി അംഗം കബീർ കാസിം അധ്യക്ഷനായിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗം KL ജോസഫ്, ഏരിയ സെക്രട്ടറി ശിവൻ നായർ, ലോക്കൽ സെക്രട്ടറി മനു മാത്യു കുരുവേലി, സജി ആലക്കാത്തടം തുടങ്ങിയവർ സംസാരിച്ചു. ചിന്നക്കനാൽ പെരിയകനാലിൽ ലോഡുമായി എത്തിയ ലോറി ഡ്രൈവർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതികരണവുമായി INTUC ദേവികുളം റീജിയണൽ പ്രസിഡന്റ് D. കുമാർ. ലോഡുമായി എത്തിയവരാണ് ആദ്യം തൊഴിലാളികളോട് പ്രകോപനപരമായി പെരുമാറിയതെന്ന് D. കുമാർ പറഞ്ഞു. ലോഡുമായി എത്തിയവരെ മർദ്ദിച്ച സംഭവത്തെ ന്യായീകരിക്കുന്നില്ല. തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. പക്ഷേ സംഭവത്തിൽ INTUC പ്രവർത്തകർ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന തരത്തിലുള്ള പ്രചരണമാണ് നടക്കുന്നതെന്നും D. കുമാർ വ്യക്തമാക്കി. അവിടെ ലോഡ് ഇറക്കാൻ വന്നത് INTUC തൊഴിലാളികൾ മാത്രമല്ല, അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ CITയുടെ 2 തൊഴിലാളികളും ഉണ്ട്. അവരുടെ ആളുകൾ വന്നായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒന്നും പറയാതെ ഇത് INTUC മാത്രം കുറ്റം പറയുന്നത് അത് ഒരിക്കലും ശരിയല്ല. തൊഴിലാളി ഭാഗത്ത് ഉണ്ടായത് തെറ്റാണ്. അത് ഒരിക്കലും INTUC സംബന്ധിച്ചോളം ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി ഒരിക്കലും അംഗീകരിക്കുന്ന സംഘടനയല്ല. അതുകൊണ്ട് തന്നെ അത് തിരുത്തണം. ഡ്രൈവർ ഭാഗത്ത് ഉണ്ടായ പ്രകോപനമാണ് തൊഴിലാളികളെ തുച്ഛമായി നിൻ്റെ അപ്പൻ വീട്ടുവകയാണോ നിൻ്റെ അമ്മയുടെ വീട്ടുവകയാണോ ഈ വണ്ടി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവിടെ ഒരു സംഘർഷം ഉണ്ടാകാൻ കാരണം. കട്ടപ്പന നഗരസഭാ ഓഫീസിന് മുൻഭാഗത്ത് വിരിച്ചിരിക്കുന്ന ടൈലുകൾ ഇളകിയത് കാൽനട യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. ഇളകിയ ടൈലുകൾക്കിടയിൽ കെട്ടിക്കിടക്കുന്ന ചെളിവെള്ളം വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ കാൽനട യാത്രക്കാരുടെ ദേഹത്തേക്ക് തെറിക്കുകയാണ്. വിഷയത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാണ്. ദിനംപ്രതി വിവിധ ആവശ്യങ്ങൾക്കായി കട്ടപ്പന നഗരസഭയിലെത്തുന്ന ജനങ്ങൾക്ക് ദുരിതമായി മാറിയിരിക്കുകയാണ് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ വിരിച്ചിരിക്കുന്ന ടൈലുകൾ. ഉറവ അധികമുള്ള മേഖലയിലാണ് നഗരസഭാ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മഴക്കാലമാകുന്നതോടെ ഇവിടെ വെള്ളമൊഴുക്ക് കൂടുതലാണ്. കൃത്യമായ ഡ്രെയിനേജ് സംവിധാനമില്ലാത്തതിനാൽ നഗരസഭാ മൈതാനത്തിൽ നിന്നടക്കം വലിയ തോതിലാണ് ഉറവജലം ഓഫീസിന് മുന്നിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് എത്തുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വിരിച്ച ടൈലുകൾ എല്ലാം ഇളകിയ നിലയിലാണ്. ടൈലുകൾക്കിടയിൽ കെട്ടിക്കിടക്കുന്ന ചെളിവെള്ളം വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ആളുകളുടെ ദേഹത്തേക്ക് തെറിക്കുന്നത് പതിവാണ്. വിഷയം നിരവധി തവണ നഗരസഭ അധികൃതർ മുമ്പാകെ എത്തിച്ചെങ്കിലും ശാശ്വതമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി. അല്ല, ആദ്യത്തെ കൗൺസിലിനകത്ത് നമ്മളൊക്കെ പറഞ്ഞാണ് ഇവിടെ ഈ ഇങ്ങനെ ടൈലൊന്നും ഇട്ട് കഴിഞ്ഞാൽ മനുഷ്യന് കയറി നടക്കാൻ കഴിയില്ലാതെ വരും. വാഹനം വന്നു കഴിയുമ്പോൾ വെള്ളക്കെട്ടിൻ്റെ ഭാഗമായിട്ട് ഇത് ചെളി തെറിക്കുകയും ഇതിൽ പറഞ്ഞു പോവുകയും ചെയ്യും എന്ന് നേരത്തെ പറയുന്നത്. പക്ഷേ ഇതൊന്നും വകവെക്കാതെ ഇതൊക്കെ ചുമ്മാ ഒരു അഴിമതിയുടെ ഭാഗമായി കുറച്ച് ടൈൽ ഓരോ വർഷം ഇപ്പോൾ 2-3 പ്രാവശ്യമായി ഇത് ലക്ഷങ്ങളാണ് ഇതിനു വേണ്ടി തന്നെ ഇവിടെ വിനിയോഗിക്കുന്നത്. ഇപ്പോൾ ഇതായിട്ട് കയറി വരുന്ന മുഴുവൻ പ്രദേശവും നമുക്കറിയാം. ഇപ്പം നമ്മളിവിടെ കയറി വന്നപ്പോഴത്തേനും അതിൻ്റെ സൈഡിൽ കൂടെ വെള്ളം അടിച്ച് മേത്ത് കയറി ഇപ്പം മുണ്ടും ഷർട്ടോളം മാറിയിട്ടാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇതാണ് ഇവിടുത്തെ സാഹചര്യം. അതേസമയം വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ വേണ്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും പാർക്കിംഗ് ഗ്രൗണ്ട് കോൺക്രീറ്റ് ചെയ്ത ശേഷം വീണ്ടും ടൈലുകൾ വിരിക്കുന്നതിനും ഓട നിർമ്മിക്കുന്നതിനും 5 ലക്ഷം രൂപ വകയിരുത്തിയതായും നഗരസഭാ പൊതുമരാമത്ത് വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി പാറപ്പായി പറഞ്ഞു.
അത് ടൈല് മാറിയിടുമ്പോഴും അതിന്റെ സൈഡിൽ കൂടിയുള്ള ഡ്രെയിനേജ് നകത്ത് വെള്ളം പോകാത്തതുകൊണ്ടാണ്, വെള്ളം വലിഞ്ഞ് പോകാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് മുനിസിപ്പാലിറ്റിയുടെ ഫ്രണ്ട് വശം ആ ടൈലുകൾ ഇളക്കി മാറ്റി കോൺക്രീറ്റ് ചെയ്ത് കോൺക്രീറ്റിന്റെ മുകളിൽ ടൈലുകൾ പതിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിക്കാണ് മുനിസിപ്പാലിറ്റി രൂപം കൊടുത്തിരിക്കുന്നത്. വളരെ അടിയന്തരമായി ഏറ്റവും പെട്ടെന്ന് തന്നെ ആ പ്രോജക്റ്റ് അത് ടെൻഡർ ചെയ്ത് നടപടികൾ പൂർത്തീകരിക്കുന്നതാണ്. വിഷയത്തിൽ മുൻപ് നിരവധി പരാതികൾ ഉയർന്നിരുന്നു. അന്നെല്ലാം അറ്റകുറ്റപ്പണികൾ നടത്തി. എന്നാൽ വീണ്ടും ടൈലുകൾ ഇളകി പ്രശ്നം ഉടലെടുത്തതോടെ പ്രതിഷേധവും ശക്തമാണ്. കട്ടപ്പന നഗരസഭാ പരിധിയിലെ എല്ലാ വീടുകളിൽ നിന്നും ഈ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന്റെ നഗരസഭാതല ഉദ്ഘാടനം നടന്നു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി ഉദ്ഘാടനം നിർവഹിച്ചു. ജൂലൈ 18 മുതൽ ഓഗസ്റ്റ് 15 വരെയുള്ള തീയതികളിലാണ് ഈ മാലിന്യങ്ങൾ ശേഖരിക്കുന്നത്. കട്ടപ്പന നഗരസഭാ പരിധിയിലെ എല്ലാ വീടുകളിൽ നിന്നും ഇലക്ട്രോണിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. ഈ മാസം 18 തീയതി മുതൽ ഓഗസ്റ്റ് 15 വരെയുള്ള തീയതികളിലാണ് ഇലക്ട്രോണിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നത്. ഇതിന്റെ നഗരസഭാതല ഉദ്ഘാടനം നടന്നു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി ഉദ്ഘാടനം നിർവഹിച്ചു. 127 മുതൽ 132 രൂപ വരെ കിലോയ്ക്ക് നമ്മൾ കൊടുക്കും. പലതിനും വില നിശ്ചയിച്ചിട്ടുണ്ട്. അതിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് തരും. സീലിംഗ് ഫാനിനൊക്കെ ഞാൻ മനസ്സിലാക്കും. സീലിംഗ് ഫാനിനൊക്കെ ഏകദേശം 41 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങും. മൊബൈൽ ഫോണുകൾ ഇവിടെ ചേച്ചി സൂചിപ്പിച്ച മൊബൈൽ ഫോണിന് 138 രൂപയ്ക്ക് എടുക്കും. ഒരു കിലോയുടെ വിലയാണ് കേട്ടോ, ഒരു മൊബൈലിന്റെ വിലയല്ല. അപ്പോൾ ആ രൂപത്തിൽ നമ്മുടെ വീടുകളിൽ ഒരു ഉപയോഗവുമില്ലാതെ കൂട്ടി പ്രകൃതിക്കും പരിസ്ഥിതിക്കും ദോഷകരമായിരിക്കുന്ന സാധനങ്ങൾ അവർക്ക് വില കൊടുത്ത് നമ്മൾ വാങ്ങുകയാണ്. അത് വാങ്ങി നമ്മുടെ നാടിനെ, ആ നാടിൻ്റെ ജൈവസമ്പത്തിനെയും പ്രകൃതി അതിൻ്റെ മറ്റ് മാലിന്യങ്ങളൊന്നും കലരാതെ നമ്മുടെ നാടിനെ സംരക്ഷിക്കുക എന്ന സമഗ്രമായ ഉത്തരവാദിത്വം അത് പ്രിയപ്പെട്ട ഹരിതകർമ്മ സേനാംഗങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഇലക്ട്രോണിക് മാലിന്യങ്ങൾക്ക് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന വില നൽകും. വീടുകളിലെ ഉപയോഗയോഗ്യമല്ലാത്ത TV, മൊബൈൽ ഫോൺ, ചാർജറുകൾ, ലാപ്ടോപ്പ്, മിക്സി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളും, ട്യൂബ്, ബൾബ്, ബാറ്ററി തുടങ്ങിയവയുമാണ് ശേഖരിക്കുന്നത്. നഗരസഭാ പരിധിയിലെ 17, 20, 21 വാർഡുകളിലെ വീടുകളിലെ മാലിന്യങ്ങൾ നഗരസഭാ ഓഫീസിനോടനുബന്ധിച്ച് സജ്ജീകരിച്ചിരിക്കുന്ന കളക്ഷൻ പോയിന്റിൽ എത്തിക്കണമെന്ന നഗരസഭാ അധികൃതർ അറിയിച്ചു. മറ്റു വാർഡുകളിലെ ശേഖരണ തീയതി കൗൺസിലർമാർ മുഖേന പിന്നീട് അറിയിക്കും. ഉദ്ഘാടന യോഗത്തിൽ നഗരസഭാ കൗൺസിലർ ലീലാമ്മ ബേബി അധ്യക്ഷയായിരുന്നു. കൗൺസിലർമാരായ സിബി പാറപ്പായി, ഷെജി തങ്കച്ചൻ, സെക്രട്ടറി അജി കെ തോമസ്, ക്ലീൻ സിറ്റി മാനേജർ ജിൻ സിറിയക് തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ബ്ലോക്ക് ജില്ലാതല തൊഴിൽ പരിശീലന കേന്ദ്രം IBIT പൈനാവ് താന്നിക്കണ്ടത്ത് ശനിയാഴ്ച പ്രവർത്തനം ആരംഭിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിക്കും. റെസിഡൻഷ്യൽ പരിശീലന സൗകര്യങ്ങൾ വളരെ പരിമിതമായ ഇടുക്കി ജില്ലയിൽ ജില്ലാ ആസ്ഥാനത്തിന് അടുത്തായി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പണികഴിപ്പിച്ചിട്ടുള്ള ബഹുനില കെട്ടിടത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷനുമായി ചേർന്ന റെസിഡൻഷ്യൽ പരിശീലന കേന്ദ്രം IBIT ആരംഭിക്കുകയാണ്. പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജൂലൈ 19 തീയതി ശനിയാഴ്ച രാവിലെ 10:30 ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിക്കും. ഒരു ജില്ലാ റെസിഡൻസി പരിശീലന കേന്ദ്രം ആരംഭിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം IBIT എന്ന പേരിൽ നമ്മൾ 19 തീയതി രാവിലെ 10:30 ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ കാലങ്ങളിലായിട്ട്, പല വർഷങ്ങളിലായിട്ട് 1.5 കോടിയോളം രൂപ മുതൽ മുടക്കിയാണ് അവിടെ ഒരു റെസിഡൻസി ബിൽഡിംഗ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അത് വനിതാ പരിശീലന കേന്ദ്രം എന്ന ഹെഡിലാണ് നമ്മൾ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ആ വനിതാ പരിശീലനം ജില്ലാതലത്തിൽ ജില്ലാ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ അത് റെസിഡൻസി 100 പേർക്ക് താമസിച്ച് പരിശീലനം നടത്താവുന്ന ഒരു ബഹുനില മന്ദിരമാണ് നമ്മളിവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. പാറത്തോട് ആന്റണി എന്ന വ്യക്തി 2018 താന്നിക്കണ്ടം എന്ന സ്ഥലത്ത് സൗജന്യമായി നൽകിയ 1 ഏക്കർ സ്ഥലത്ത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വിവിധ ഭരണസമിതികളുടെ കാലഘട്ടങ്ങളിലായി 1,42,32,994 രൂപ മുടക്കിയാണ് 3 നില കെട്ടിടത്തിന്റെ പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. 100 പേർക്ക് താമസിച്ച് പരിശീലനം നടത്താൻ സാധിക്കുന്ന കെട്ടിടത്തിൽ ഭോജനശാല, ഡോർമിറ്ററി, കൺവെൻഷൻ ഹാൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. പരിശീലന കേന്ദ്രത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷനാണ് വിവിധ വകുപ്പുതല പരിശീലനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീർണാക്കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തും. പദ്ധതി അവതരണവും പദ്ധതിക്കായി സ്ഥലം സംഭാവന ചെയ്ത ആന്റണിയെ ആദരിക്കലും കുടുംബശ്രീ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡയറക്ടർ H. ദിനേശൻ IAS നിർവഹിക്കും. ജില്ലാ കളക്ടർ
വി വിഘ്നേശ്വരി ധാരണാപത്രം കൈമാറും. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി തോമസ്, സെക്രട്ടറി ഷൈജമോൾ പി കോയ, ബിനോയ് വർക്കി, ഉഷ മോഹൻ, ആലീസ് വർഗീസ്, സാദിർമോൾ ജിന്നി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കട്ടപ്പനയെ മാലിന്യമുക്തമാക്കുന്ന ശുചീകരണ തൊഴിലാളികളെ YMCAയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി യോഗം ഉദ്ഘാടനം ചെയ്തു. YMCA പബ്ലിക് റിലേഷൻ ബോർഡ് സംസ്ഥാന ചെയർമാൻ ജോർജ് ജേക്കബ് അധ്യക്ഷത വഹിച്ച യോഗം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. YMCA എന്നും താങ്ങും തണലുമായിട്ട് ഓരോരുത്തരുടെ, അതായത് ആർക്കാണോ ഏത് സമയത്താണോ അത്യാവശ്യം എന്ന് തോന്നുന്നത് ആ സമയത്ത് താങ്ങും തണലുമായിട്ട് നിൽക്കുന്ന ഒരു സംഘടനയായിട്ടാണ്. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KG ബെന്നി മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ സെക്രട്ടറി അജി കെ തോമസ്, YMCA സെക്രട്ടറി സൽജു ജോസഫ്, വൈസ് പ്രസിഡന്റ് ലിനോ എസ് പീറ്റർ, ജനറൽ കൺവീനർ രജിത് ജോർജ്, UC തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. മഴക്കാലത്തോടനുബന്ധിച്ച് ശുചീകരണ വിഭാഗം തൊഴിലാളികൾക്ക് നൽകുന്ന കിറ്റുകൾ അംഗങ്ങൾ കൈമാറി. കുമളി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് സ്ഥലം മാറിപ്പോകുന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദിലീപ് ലക്ഷ്മണന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. KGCF ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി ഷമീർ ഇബ്രാഹിം യോഗം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 3 വർഷക്കാലമായി കുമളി ഗ്രാമപഞ്ചായത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി ജോലി ചെയ്യുകയാണ് ദിലീപ് ലക്ഷ്മണൻ. വണ്ടിപ്പെരിയാർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിലാണ് യാത്രയയപ്പ് നൽകിയത്. KGCF താലൂക്ക് പ്രസിഡന്റ് സണ്ണി PJ അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി ഷമീർ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. കുമളി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ, വണ്ടിപ്പെരിയാർ, കുമളി, പീരുമേട്, അഴുത്ത ബ്ലോക്ക് പഞ്ചായത്ത്, കൊക്കയാർ, പെരുവന്താനം പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള AEOമാരും ഓവർസിയർമാരും എഞ്ചിനീയറിംഗ് സ്റ്റാഫുകളും സംസാരിച്ചു. തുടർന്ന് സ്വന്തം നാട്ടിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദിലീപ് ലക്ഷ്മണന് ഉപഹാരം നൽകി. KGCF പീരുമേട് താലൂക്ക് കമ്മിറ്റിയിലെ നിരവധി അംഗങ്ങൾ പങ്കെടുത്തു. അയ്യപ്പൻകോവിൽ മാട്ടുക്കിട്ട ഗ്രേസ് ഗാർഡൻ പബ്ലിക് സ്കൂളിൽ ഇൻവെസ്റ്റിറ്റ്യൂർ സെറിമണി നടന്നു. ഉപ്പുതറ സർക്കിൾ ഇൻസ്പെക്ടർ ജോയ് മാത്യു പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് ഗ്രേസ് ഗാർഡൻ പബ്ലിക് സ്കൂൾ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇൻവെസ്റ്റിറ്റ്യൂർ സെറിമണി സംഘടിപ്പിച്ചത്. സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഹെഡ് ബോയിയെയും ഹെഡ് ഗേളിനെയും തിരഞ്ഞെടുത്തു. കഴിഞ്ഞ വർഷം പഠന പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ഉപ്പുതറ സർക്കിൾ ഇൻസ്പെക്ടർ ജോയ് മാത്യു പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർക്കട്ടാച്ചാൽ നിങ്ങളുടെ വീട്ടില് ഉറപ്പായിട്ടും ബൈക്കാണ്, അപ്പനും അമ്മയും കാണും. അപ്പയും അമ്മയൊക്കെ പുറത്തു പോകുമ്പോൾ ഹെൽമെറ്റ് ധരിക്കാറുണ്ടോ, നിയമം പാലിക്കാറുണ്ടോ എന്നുള്ള കാര്യം മക്കളൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങളെ മക്കളാണ് അപ്പന്മാരെ തിരുത്തുന്നത്, അമ്മേനെ തിരുത്തേണ്ടത്. സ്കൂൾ പ്രിൻസിപ്പൽ KJ തോമസ്, സ്കൂൾ മാനേജർ ഫാദർ അനിൽ സി മാത്യു, PTA പ്രസിഡന്റ് ഷൈജു വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ചാർ സ്വരാജ് സൈൻ പബ്ലിക് സ്കൂളിൽ KG വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കളേഴ്സ് ഡേ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളിൽ നിറങ്ങളെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനു വേണ്ടിയാണ് കളേഴ്സ് ഡേ ആചരിച്ചത്. കളേഴ്സ് ഡേയോടനുബന്ധിച്ച നീലനിറമാണ് കളർ തീമായി തെരഞ്ഞെടുത്തിരുന്നത്. വിദ്യാർത്ഥികളും അധ്യാപകരും നീലനിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചും നീല ബലൂണുകളും മറ്റും കൊണ്ട് ക്ലാസ് മുറികളും വിദ്യാലയവും അലങ്കരിച്ചു. ഇതോടൊപ്പം നീലനിറത്തിലുള്ള മധുര പലഹാരങ്ങളും ചായയും വിദ്യാർത്ഥികൾക്ക് നൽകി. തുടർന്ന് KG കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. കുട്ടികളിൽ നിറങ്ങളെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനു വേണ്ടിയാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചതെന്ന് സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ഇമ്മാനുവൽ കിഴക്കേത്തലയ്ക്കൽ പറഞ്ഞു. പ്രിൻസിപ്പൽ ഫാദർ റോണി ജോസ് പരിപാടികൾക്ക് നേതൃത്വം നൽകി. മഴയും തണുപ്പുമുള്ള കർക്കിടകത്തിൽ ഔഷധക്കഞ്ഞി എന്നത് മലയാളികളുടെ ആരോഗ്യ രഹസ്യമാണ്. പച്ചമരുന്നുകളുടെ നീരു ചേർത്ത് തയ്യാറാക്കുന്ന മരുന്നുകഞ്ഞി നെടുങ്കണ്ടം പച്ചടി ശ്രീനാരായണ LP സ്കൂളിലെ കുഞ്ഞുങ്ങളും കഴിച്ചു. കേരളത്തിൽ പരമ്പരാഗത ചികിത്സാവിധി പ്രകാരം ആരോഗ്യ പരിപാലനത്തിനായി കർക്കിടക മാസത്തിൽ ജനങ്ങൾ തയ്യാറാക്കി കഴിക്കുന്ന പ്രത്യേക ഔഷധക്കൂട്ടായ ഔഷധക്കഞ്ഞി തയ്യാറാക്കുവാൻ അധ്യാപകരും രക്ഷിതാക്കളും PTA MPTA ഭാരവാഹികളും അണിനിരന്നു. ഔഷധക്കഞ്ഞി തയ്യാറാക്കുവാൻ ആവശ്യമായ തേങ്ങയും മറ്റു സാധനങ്ങളും രക്ഷിതാക്കൾ തന്നെ സ്കൂളിലേക്ക് എത്തിച്ചു. കുഞ്ഞുങ്ങൾക്കെല്ലാം കഴിക്കാൻ പാകത്തിന് അതീവ ശ്രദ്ധയോടെയാണ് മരുന്നുകഞ്ഞി തയ്യാറാക്കിയത്. നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് ലഭ്യമായ വിവിധങ്ങളായ ചെടികളുടെ ഇലകൾ, വേര്, തണ്ട് ഇതൊക്കെ എങ്ങനെ മരുന്നായിട്ട് പ്രവർത്തിക്കുന്നുവെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാനും ഇതിലൂടെ സാധിച്ചു.
ചാർമേട് ആയുർവേദ ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടർ മീനയുടെ ഉപദേശവും നിർദ്ദേശങ്ങളും ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെയേറെ സഹായകരമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളും സ്കൂളും അഭിമുഖീകരിക്കുന്ന വിവിധങ്ങളായ അപകടങ്ങൾ, ദുരന്തങ്ങൾ, അതിനെ തടയുവാനും ഭാവിയിൽ ദുരന്തങ്ങളെ ഒഴിവാക്കുവാനും വേണ്ടി ഒരു ദുരന്ത നിവാരണ കമ്മിറ്റിയും ഇന്ന ദിവസം യോഗം ചേരുകയുണ്ടായി. നെടുങ്കണ്ടം ചാറൽമേട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടറായ നീനുവിന്റെ നേതൃത്വത്തിലാണ് ഔഷധക്കഞ്ഞി തയ്യാറാക്കിയത്. സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജു PK, PTA പ്രസിഡന്റ് പ്രസന്നകുമാർ കൊല്ലംപറമ്പിൽ, MPTA പ്രസിഡന്റ് രോഹിണി അനീഷ്, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കൂടാതെ ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ ആദ്യ മീറ്റിംഗും സ്കൂളിൽ നടന്നു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഒരു വർഷം മുമ്പ് മൂന്നാറിൽ ഉദ്ഘാടനം ചെയ്ത ലേബർ ഓഫീസ് കോംപ്ലക്സ് കെട്ടിടം പ്രവർത്തനം ആരംഭിക്കാതെ കാട് കയറി നശിക്കുന്നു. കോടികൾ ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടം കന്നുകാലികളുടെയും തെരുവ് നായ്ക്കളുടെയും വിശ്രമ കേന്ദ്രമായി മാറി. മൂന്നാർ ന്യൂ നഗറിലായിരുന്നു കെട്ടിടം നിർമ്മിച്ചത്. പതിറ്റാണ്ടുകളായി വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന തൊഴിൽ വകുപ്പിന് കീഴിലുള്ള വിവിധ ഓഫീസുകൾ ഒരു കുടക്കീഴിൽ പ്രവർത്തിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച കെട്ടിടമാണ് ഉദ്ഘാടനം കഴിഞ്ഞ ഒരു വർഷമായിട്ടും തുറന്നു പ്രവർത്തിക്കാതെ കാട് കയറി നശിക്കുന്നത്. 2.5 കോടി രൂപ ചെലവിട്ട് മൂന്നാർ ന്യൂ നഗറിൽ 2 നിലകളിലായി നിർമ്മിച്ച ലേബർ കോംപ്ലക്സ് കഴിഞ്ഞ വർഷം ഒക്ടോബർ 21-നാണ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തത്. ഡെപ്യൂട്ടി ലേബർ ഓഫീസ്, അസിസ്റ്റന്റ് ലേബർ ഓഫീസ്, ഇൻസ്പെക്ടർ ഓഫ് പ്ലാന്റേഷൻസ് ഓഫീസ് എന്നിവയാണ് പുതിയ കോംപ്ലക്സിൽ പ്രവർത്തിക്കാൻ ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ നാളുകൾ പിന്നിട്ടിട്ടും പുതിയ കെട്ടിടത്തിലേക്ക് ഓഫീസുകൾ മാറ്റിയിട്ടില്ല. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് 2.5 കോടി രൂപ മുടക്കി പണിത ലേബർ ഓഫീസ് കോംപ്ലക്സ് നാളിതുവരെയും തുറന്ന് പ്രവർത്തിക്കാൻ ആയിട്ടില്ല. മാത്രമല്ല, അതിനകത്ത് കന്നുകാലിയിലും സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ് അതിനകത്ത് നടക്കുന്നത്. മൊത്തം കന്നുകാലിയുടെ ചാണകവും അത് പൊളിയുന്ന കണ്ടീഷനിലാണ് ഇപ്പോൾ കിടക്കുന്നത്. തോട്ടം മേഖലയായ മൂന്നാറിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവർത്തനം ആരംഭിച്ച തൊഴിൽ വകുപ്പിന്റെ വിവിധ ഓഫീസുകൾ പഴയ മൂന്നാർ മൂലക്കടയ്ക്ക് സമീപമുള്ള സ്വകാര്യ കമ്പനി കെട്ടിടങ്ങളിലാണ് പ്രവർത്തിച്ചു വരുന്നത്. കോംപ്ലക്സിന് ചുറ്റും സംരക്ഷണ ഭിത്തിയില്ലാത്തതും ശുദ്ധജല സൗകര്യമില്ലാത്തതുമാണ് ഓഫീസുകൾ തുറക്കുന്നതിന് തടസ്സമെന്നാണ് ഇക്കാര്യത്തിലുള്ള വകുപ്പിന്റെ വിശദീകരണം. കാട് കയറിക്കിടക്കുന്ന കെട്ടിടം വൈകുന്നേരമായാൽ സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമാണ്. കൂടാതെ കന്നുകാലികളും തെരുവ് നായ്ക്കളും രാത്രികാലങ്ങളിൽ വിശ്രമിക്കുന്നത് ഈ കെട്ടിടത്തിനുള്ളിലാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ശാന്തൻപാറ കാർഡമം പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഏലിക്കാലയിലെ വിവരം. ആകെ ലോട്ട് 77, വിൽപ്പനയ്ക്ക് വന്നത് 12,306, വിൽപ്പന നടന്നത് 11,920. കൂടിയ വില 3,101, ശരാശരി വില 2,515. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 660 രൂപ, ഏലം കൂടിയ വില 2,600, ഏലം ശരാശരി വില 2,200. കാപ്പിപ്പരിപ്പ് 380, ഗ്രാമ്പു 750, കൊക്കോ 85, റബ്ബർ 185. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 9,110 രൂപ, വെള്ളി 123. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ബൈസൺ വാലിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ സഹപാഠി പെപ്പർ സ്പ്രേ പ്രയോഗിച്ചു. സംഭവം ബൈസൺ വാലി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ. കുരുമുളക് സ്പ്രേ പ്രയോഗം നടന്നത് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയും ഇതേ സ്കൂളിലെ മറ്റൊരു വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളും തമ്മിലുണ്ടായ വാക്കുതർക്കത്തിനും കയ്യാങ്കളിക്കുമിടയിൽ.
അന്തരിച്ച CPI ഇടുക്കി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി പളനിവേലിന്റെ സംസ്കാരം മൂന്നാറിൽ നടന്നു. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ ആയിരങ്ങൾ അന്തിമോപചാരം അർപ്പിച്ചു. പി പളനിവേലിന്റെ നിര്യാണത്തെ തുടർന്ന് വെട്ടിച്ചുരുക്കിയ ജില്ലാ സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ കട്ടപ്പനയിൽ നടക്കും. ഇടുക്കിയിൽ വൻ വനം കൊള്ള. ശാന്തൻപാറ പേത്തൊട്ടിയിൽ CHR മേഖലയിൽ നിന്ന് വിവിധ ഇനങ്ങളിൽപ്പെട്ട 150-ലധികം മരങ്ങൾ മുറിച്ചു കടത്തി. മരങ്ങൾ മുറിച്ചത് ഉരുൾപൊട്ടലിനെ തുടർന്ന് നാശനഷ്ടമുണ്ടായ മേഖലയ്ക്ക് സമീപത്ത് നിന്ന്. മഴയെ തുടർന്ന് മണ്ണിടിഞ്ഞ കട്ടപ്പന മേട്ടുകുഴിയിൽ വീട് ഭാഗികമായി തകർന്നു. കേടുപാട് സംഭവിച്ചത് കിഴക്കേക്കര ശ്യാം ജോർജിന്റെ വീടിന്. വീടിന്റെ പിൻവശത്തെ മൺതിട്ടയോടൊപ്പം ഭീമൻ കല്ലുകൂടെ പതിച്ചതോടെ പിൻവശത്തെ മുറിയുടെ ഭിത്തി തകർന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.